ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം 1976 ആണ്. 1976 വന്നിട്ടുള്ള ഒരു സ്കീമാണ്. 1 ഓഗസ്റ്റിനാണ് ഈ ഇയറിൽ അത് വന്നിട്ടുള്ളത്. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് എംപ്ലോയീസ് കവേർഡ് അണ്ടർ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം ആൻഡ് ഇറ്റ്സ് കോൾമൈൻസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം. അതായത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം കവർ ചെയ്തിട്ട് ഉള്ള എംപ്ലോയീസിനോ അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊവിഡന്റ് ഫണ്ട് സ്കീം വഴിയോ കവർ ചെയ്തിട്ടുള്ള എംപ്ലോയീസിനുള്ള ഒരു ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്കീമാണിത്. ഇനി ഈ ഒരു സ്കീമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അണ്ടർ ദ സ്കീം ലീഗൽ ഹെയേഴ്സ് ഓഫ് ഡിസീസ്ഡ്, മരിച്ച ആളുടെ ലീഗൽ ഹെയേഴ്സ്, അതായത് ലീഗൽ ഹെയേഴ്സ് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ നോമിനീസ് അല്ലെങ്കിൽ നമ്മുടെ അനന്തരാവകാശികൾ, ഈ മരിച്ച ആളുടെ ലീഗൽ ഹെയേഴ്സോ അല്ലെങ്കിൽ ഓർ ദ നോമിനി അണ്ടർ പ്രൊവിഡന്റ് ഫണ്ട് സ്കീം, നമ്മൾ PF എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നോമിനിയുടെ പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള നോമിനീസോ വിൽ ഗെറ്റ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ബാലൻസ് ഇൻ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഓഫ് ഡിസീസ്ഡ് ഇൻ 3 years പ്രിസീഡിംഗ് ദ ഡെത്ത് ഓർ 10,000 whichever is less. അതായത് ഈ വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ലീഗൽ ഹെയേഴ്സിനോ അതല്ലെങ്കിൽ PF സ്കീമിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നോമിനിക്കോ എന്ത് കിട്ടും? ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിന്റെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിലോ ആ വ്യക്തിയുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലുള്ള ഇയാൾ മരിക്കുന്നതിൻ്റെ 3 വർഷം മുമ്പ് വരെ അയാളുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലുള്ള എമൗണ്ടിന്റെ ആവറേജ്, ഓക്കെ, ആ ആവറേജ് എമൗണ്ടോ അതെത്രയാണോ വരുന്നത് ഒന്നുകിൽ അത് അല്ലെങ്കിൽ 10,000. അപ്പോൾ പോയിന്റ് ശ്രദ്ധിക്കുക, വിച്ചെവർ ഈസ് ലെസ് ആണ്. അപ്പോൾ ആ വ്യക്തിയുടെ 3 വർഷത്തെ ആവറേജ് എമൗണ്ട് എടുക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50,000 രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. പക്ഷെ 50,000 രൂപ ഈ നോമിനിക്കോ അല്ലെങ്കിൽ ലീഗൽ ഹെയേഴ്സിനോ കിട്ടില്ല. മാക്സിമം എമൗണ്ട് അവർക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 10,000 രൂപയായിരിക്കും. ഇനി നോക്കുക, അയാളുടെ 3 വർഷത്തെ ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് 5,000 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, 5,000 രൂപ മാത്രമാണ് അയാൾക്ക് ബാലൻസ് ഉള്ളൂ എങ്കിൽ ആ 5,000 രൂപയാണ് എന്തായിട്ട് കൊടുക്കുന്നത്? ഈ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ആയിട്ട് കൊടുക്കുന്നത്. പോയിന്റ് ഓക്കെ ആണോ? വിച്ചെവർ ഈസ് ലെസ് എന്നുള്ള പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 10,000 മേലെയാണെങ്കിൽ 10,000 കൊടുക്കും, 10,000 താഴെയാണെങ്കിൽ ആ താഴെയുള്ള എമൗണ്ട് ആണ് എന്തായിട്ട് കൊടുക്കുന്നത്? ഇൻഷുറൻസ് ആയിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് നോക്കാം, പേഴ്സണൽ ആക്സിഡന്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. 1985 ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഫോർ ദി ബെനിഫിറ്റ് ഓഫ് പുവർ ഫാമിലീസ്, അതായത് പാവപ്പെട്ട ലോ കാറ്റഗറിയിലുള്ള ഇൻകം ലെവൽ കുറഞ്ഞിട്ടുള്ള ഫാമിലീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ദ ഫാമിലി ഇൻകം ഷുഡ് നോട്ട് എക്സീഡ് 7,200 പെർ ഇയർ. ഒരു വർഷത്തെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 7,200 രൂപയാവണം. അതിൽ കൂടുതലുള്ള ഫാമിലീസിനെ ഇത് കവർ ചെയ്യുന്നില്ല. The scheme provided for a payment of ₹3,000 in the event of death due to an accident of any person in the age group of 18 to 60 who is the earning member of the poor family. ഇനി എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത്? 3,000 രൂപയാണ് കിട്ടുക. 3,000 രൂപ മാത്രമേ കിട്ടുള്ളൂ. ഈ 3,000 രൂപ കിട്ടുന്നത് എങ്ങനെയാണ്? 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആ കുടുംബത്തിലെ ഏണിംഗ് മെമ്പർ ആയിട്ടുള്ള ഒരാളുടെ മരണത്തിലൂടെ 3,000 രൂപ കിട്ടുന്ന സ്കീമാണ് ഏതെന്ന് പറയുന്നത്? പേഴ്സണൽ ആക്സിഡന്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 18 വയസ്സിന് താഴെയുള്ള ഒരു മൈനറായ കുട്ടി മരണപ്പെട്ടാലോ 60 വയസ്സിന് മുകളിലുള്ള ഒരു സീനിയർ സിറ്റിസൺ മരണപ്പെട്ടാലോ ഇതിനകത്ത് കവർ ചെയ്യുന്നില്ല. പോയിന്റ് ഓക്കെ ആണോ? അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആനുവൽ ഇൻകം 7,200 കൂടാൻ പാടില്ല. 3,000 രൂപയാണ് എമൗണ്ട് കിട്ടുക. 18 to 60 വയസ്സ് വരെയുള്ള ആളുടെ മരണമായിരിക്കണം. ആ ആളെന്തായിരിക്കണം? ആ ഫാമിലിയുടെ ഏർണിംഗ് മെമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഫാമിലീസിന് കൊടുക്കുന്ന സ്കീമാണ് ഇത് പേഴ്സണൽ ആക്സിഡന്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം. ശ്രദ്ധിക്കുക, മരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ആൻ ആക്സിഡന്റ് ആയിരിക്കണം കേട്ടോ, അല്ലാതെ രോഗം വന്ന് മരിക്കലല്ല. ഒരു ആക്സിഡന്റൽ ഡെത്ത് നടന്നാൽ മാത്രമാണ് ഈ സ്കീം കവർ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നോക്കാം, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY എന്ന് പറയും. 2015 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു റിന്യൂവബിൾ 1 year ആക്സിഡന്റൽ ഡെത്ത് കം ഡിസബിലിറ്റി കവർ. ഡിസബിലിറ്റിയാണ്, അതായത് ഡെത്ത് പ്ലസ് ഡിസബിലിറ്റി കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ.
ആക്സിഡൻ്റൽ ഡെത്ത് അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ഡിസബിലിറ്റി ആണ് ഇവിടെ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ബാങ്ക് ഹോൾഡേഴ്സിനാണ്, അതായത് ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിക്ക് കവർ ചെയ്യുന്ന സ്കീമാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 to 70 ആണ്. പോയിന്റ് ശ്രദ്ധിക്കുക, ആക്സിഡൻ്റൽ ഡെത്ത് പ്ലസ് ഡിസബിലിറ്റി ആണ്. ആക്സിഡൻറ്റ് മുഖാന്തരം മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആകുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ഒരു സ്കീമാണ്. ഇതൊരു റിന്യൂവബിൾ 1 year സ്കീമാണ്, അതായത് ഓരോ വർഷവും ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, റിന്യൂവൽ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി നോക്കുക, വിത്ത് ആൻ ആനുവൽ പ്രീമിയം ഓഫ് ഓൺലി ₹12. നമ്മൾ ഇതിന് എത്ര രൂപ മാത്രമേ അടക്കേണ്ടുള്ളൂ, 12 രൂപ മാത്രമാണ് അടക്കേണ്ടതുള്ളൂ. എ സബ്സ്ക്രൈബർ ഈസ് എലിജിബിൾ ഫോർ എ ക്ലെയിം ഓഫ് ₹2 lakh ഇൻ കേസ് ഓഫ് ഡെത്ത്. അങ്ങനെയുള്ള വർഷം 12 രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണത്തിൽ എത്ര രൂപ കിട്ടും, 2 ലക്ഷം രൂപ കിട്ടും. അല്ലെങ്കിൽ ഓർ കംപ്ലീറ്റ് ഡിസബിലിറ്റി ആൻഡ് എ ക്ലെയിം ഓഫ് ₹1 lakh. ആക്സിഡൻറ്റിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം. ആക്സിഡൻറ്റിൽ ഡിസബിലിറ്റി ആണ് വന്നതെങ്കിൽ, കംപ്ലീറ്റ് ഡിസബിലിറ്റി ആണ് വന്നതെങ്കിൽ അയാൾക്ക് എത്ര രൂപയാണ് കിട്ടുക, 1 ലക്ഷം രൂപയാണ് കിട്ടുക. കംപ്ലീറ്റ് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാലും മരണം സംഭവിച്ചാലും ആക്സിഡൻറ്റിൽ 2 ലക്ഷം രൂപ കിട്ടും. എന്നാൽ പാർഷ്യൽ ഡിസബിലിറ്റി ആണ്, അതായത് അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുള്ളൂ, മുഴുവനായിട്ട് അയാൾ എന്തല്ല, ഡിസേബിൾഡ് ആയിട്ടില്ല, കിടക്കയിലല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 1 ലക്ഷം രൂപയാണ് ക്ലെയിമായിട്ട് കിട്ടുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 12 രൂപയാണ് നമ്മൾ വർഷത്തിൽ എന്ത് ചെയ്യേണ്ടുള്ളൂ, അടക്കേണ്ടതുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. This scheme is offered by public sector general insurance companies and other insurance companies that plan to offer the product on similar terms. Public insurance companiesഉം അതേപോലെ തന്നെ അതർ ഇൻഷുറൻസ് കമ്പനീസും ഒക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാം, ആ ഒരു സ്കീമിൽ മെമ്പർ ആകാം. ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാൽ മതി, 12 രൂപ വർഷം അടയ്ക്കുക. ആക്സിഡൻ്റലി നമ്മൾ മരിക്കുക അല്ലെങ്കിൽ ഡിസേബിൾഡ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റാണത്. നെക്സ്റ്റ് നോക്കാം, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. 2015 തന്നെയാണ് ഇതും എന്ത് ചെയ്തിട്ടുള്ളത്, ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എയിംസ് ടു ഇൻഷുർ ദ അൺഇൻഷുർഡ്. ഇതുവരെ ഇൻഷുറൻസ് ഒന്നും എടുക്കാത്ത ആളുകൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള, അതിനെ എയിം ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീമാണിത്. എസ്പെഷ്യലി ദ അൺപ്രിവിലേജ്ഡ് ക്ലാസ്. അൺപ്രിവിലേജ്ഡ് ക്ലാസ് പറഞ്ഞാൽ അധികം ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ഏരിയകളിലുള്ള, അല്ലെങ്കിൽ അധികം എന്താ പറയുക, റിച്ച് ഒന്നും അല്ലാത്ത, നമ്മൾ പറയില്ലേ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ബൈ പ്രൊവൈഡിങ് കവർ ഫോർ ഡെത്ത് ഡ്യൂ ടു എനി റീസൺ. ഇവിടെ ആക്സിഡൻറ്റ് പറയുന്നില്ല, ഏതെങ്കിലും റീസൺ കൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലോ ക്ലാസ് അല്ലെങ്കിൽ സോഷ്യലി അല്ലെങ്കിൽ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ഏരിയാസിന് ഇൻഷുറൻസ് ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഈ പറയുന്നത്. ഇറ്റ് ഓഫേഴ്സ് എ റിന്യൂവബിൾ 1 year ടേം ലൈഫ് കവർ ഓഫ് ₹2 lakh ടു ഓൾ സബ്സ്ക്രൈബിംഗ് ബാങ്ക് ഹോൾഡേഴ്സ്. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാ ആളുകൾക്കും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും. ഇതും കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെയാണ്, റിന്യൂവബിൾ ആണ്. 1 year കൂടുമ്പോൾ ഇത് എന്ത് ചെയ്യണം, റിന്യൂ ചെയ്യണം. ടോട്ടൽ എമൗണ്ട് ലൈഫ് കവർ കിട്ടുന്നത് 2 ലക്ഷം.